വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ മഹേന്ദ്രൻ അവിടെ റസാക്കിൻ്റെ അടുത്തേക്ക് ആ ഒരു കമ്പനി ഗോഡൗൺ തന്നെയാണ് കാണിക്കുന്നത്. അന്നേരം മകളുടെ കല്യാണമായിരുന്നു, കുറേ ക്ഷണക്കത്തൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു, അതാണ് താമസിച്ചതെന്ന് പറയുന്നുണ്ട്. അന്നേരം അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞിട്ട് റസാഖാണെങ്കിൽ ഒരു പേപ്പർ ആണെങ്കിൽ മഹേന്ദ്രൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അന്നേരം ഇതെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഈ ഗോഡൗൺ സെർച്ച് ചെയ്യാനുള്ള വാറണ്ടാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം മഹേന്ദ്രൻ ഇത് വാങ്ങിച്ച് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാറേ, ഞാനിവിടെ അനധികൃതമായിട്ടൊന്നും ചെയ്യുന്നില്ല, അങ്ങനെ ഇടപാടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിന് കൃത്യമായിട്ട് ടാക്സ് അടയ്ക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം എന്നാലും സാറന്മാർ വന്നതല്ലേ, എൻ്റെ ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ ആദ്യമേ പറയുന്നുണ്ട്. അന്നേരം എനിക്ക് വേണ്ടത് പ്രകാശിനെയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഏത് പ്രകാശിനെ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അത്ര വേഗം മറന്നുപോയോ, സ്റ്റേഷനിൽ നിന്ന് കൂട്ടിക്കൊണ്ട് മകളുടെ കാമുകനെ കട്ടാപ്പിയെടുത്ത് തന്നപ്പോൾ കൂട്ടിക്കൊണ്ട് പോയില്ലേ ആ പ്രകാശിനെ എന്ന് പറയുന്നുണ്ട്. അതിന് മുന്നേ ഈ റസാഖ് പറയുന്നുണ്ട്, താങ്കൾ നല്ലൊരു നടനാണ്, അന്ന് പോലീസ് സ്റ്റേഷൻ വന്നപ്പോൾ എനിക്കത് ഇറങ്ങിയതിന് ശേഷം പിന്നീടാണ് എനിക്കത് മനസ്സിലായെന്ന് റസാഖ് പറയുന്നുണ്ട്. തുടർന്ന് ലാസറിനോട് മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാക്കിയില്ലായിരുന്നു, നീ അല്ലേ കൊണ്ടുവിട്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. തുടർന്ന് പിന്നെ റസാഖ് പറയുന്നുണ്ട്, ഇവിടെ അവനെ പ്രകാശിനെ ഒളിപ്പിച്ചിരിക്കുന്നു എന്നൊരു രഹസ്യവിവരം എനിക്ക് കിട്ടിയെന്ന് പറയുകയാണ്. അന്നേരം അത് കിട്ടിയത് എവിടെ നിന്നാണ് എന്നൊക്കെ എനിക്കറിയാം, അത് അവനല്ലേ പറഞ്ഞു തന്നത്, അവനെ വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സ്വന്തം അച്ഛനെയും അമ്മയും കളഞ്ഞിട്ട് വല്ലവരുടെ അച്ഛനും അമ്മയും സ്വന്തമാണെന്ന് കരുതി കൊണ്ടു നടക്കുന്നവനാണ്, അവൻ്റെ വാക്കിനൊന്നും വില കൊടുക്കേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ പറയുമ്പോഴാണ് ശിവനടുത്തേക്ക് ഇങ്ങനെ ജീപ്പിൽ വന്നിറങ്ങുന്നത്. കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഇങ്ങനെ മാറ്റി വന്നിറങ്ങി ശിവൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, കയ്യിലൊക്കെ മടക്കി കുത്തി നിൽക്കുകയാണ്. അന്നേരം മഹേന്ദ്രൻ പറയുന്നുണ്ട്, ദേ വരുന്നുണ്ട്, നല്ല ആയുസ്സാണ് ഈ താന്തോന്നിക്ക്, പിന്നെ തള്ളിക്കളഞ്ഞാലും പോകില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയണം, സാറന്മാർ എത്ര റിസ്ക് എടുത്ത് വന്നതല്ലേ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് എന്തായാലും അന്വേഷിക്കുക, എന്നിട്ട് കാണാം എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് സോമശേഖരനോട് റസാഖാണെങ്കിൽ അവിടേക്ക് അന്വേഷിക്കാൻ പറയുന്നുണ്ട്. തുടർന്ന് മഹേന്ദ്രൻ റസാഖിനോടും പറയും, സാറും കൂടി ചെല്ല്, സാറും കൂടി അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ റസാഖ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. തുടർന്ന് ശിവനാണെങ്കിൽ വന്നിട്ട് അവരാരെയും മൈൻഡ് ചെയ്യാതെ തന്നെ നിൽക്കുകയാണ്. തുടർന്ന് മഹേന്ദ്രനാണെങ്കിൽ സ്വാമിയോട് പറയുന്നുണ്ട്, സ്വാമി പണ്ട് നമ്മുടെ വീട്ടിലൊരു മണിയും പൂച്ച ഉണ്ടായിരുന്നു, സ്വാമിക്ക് അറിയുമോ എന്നറിയില്ല, വീട്ടിൽ നല്ല മീൻകറി വയ്ക്കുമ്പോൾ ഇങ്ങനെ വാതുക്കൽ വന്ന് പിന്നെ ഒലിപ്പിച്ച് നിൽക്കും അങ്ങോട്ട്, ഇപ്പം കിട്ടും എന്നും പറഞ്ഞ് നിൽക്കും, നമ്മളാരും അതിനെ മൈൻഡ് ചെയ്യാറില്ല, കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് പൊയ്ക്കോളും. അതുപോലെ ആയിരിക്കും ഇവിടെ വന്ന് നിൽക്കുന്ന ബാക്കിയുള്ളവർക്കൊക്കെ. പിന്നെ അവരൊക്കെ സെർച്ച് വാറണ്ട് കൊണ്ടാണ് വന്ന് നിൽക്കുന്നത്, അല്ലാതെ വേറെ ആരെങ്കിലും ഇനി എൻ്റെ കമ്പനിക്കകത്തോട്ട് കടത്തി വിട്ടാലേ ലാസറെ നീ പിന്നെ വീട്ടിൽ നിൻ്റെ പെണ്ണും പിള്ളേ അടുത്ത് പോയിരിക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ശിവനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ശിവൻ അതെല്ലാം തലകുലുക്കി ഇങ്ങനെ കേട്ട ആ ഒരു പുച്ഛഭാവത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ സ്വാമിയോട് വീണ്ടും ശിവൻ പറയുകയാണ്, സ്വാമി പിന്നെ മനസ്സിൽ കരുണയും സ്നേഹം എന്നൊക്കെ വേണം, അല്ലാതെ മക്കളെ തള്ളിക്കളഞ്ഞ് മക്കളെ ഇഷ്ടം നോക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുമ്പോൾ അവസാനം താങ്ങായിട്ട് ആളിനെ കാശ് കൊടുത്ത് നിർത്തേണ്ടി വരും, അത് ഈ മണിയമ്പൂച്ചയുടെ അവസ്ഥയെക്കാളും കഷ്ടമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം മഹേന്ദ്രന് ദേഷ്യം വരുന്നുണ്ട്. മഹേന്ദ്രൻ പറയുന്നുണ്ട്, തള്ളിക്കളഞ്ഞവരെന്തായാലും കളഞ്ഞത് തന്നെയാണ്, അവരെന്തായാലും അകത്തേക്ക് കടക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല, സ്വാമി കവലച്ചട്ടമ്പികളുടെ പ്രസംഗം കേൾക്കാൻ വന്നതാണോ അതോ എൻ്റെ കൂടെ വന്നതാണോ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. പുലർച്ചെ കൂവുന്ന ആ ഒരു ആദ്യത്തെ കൂവുന്ന കോഴിക്ക് മാത്രമേ വിലയുള്ളൂ, ബാക്കിയെല്ലാം പുറമ്പോക്കാണ്, വെറും വേസ്റ്റാണ്, സ്വാമി ഇങ്ങോട്ട് വന്നാട്ടെ എന്ന് പറഞ്ഞിട്ട് സ്വാമിയും കൂട്ടിക്കൊണ്ട് അങ്ങ് പോവുകയാണ്. അന്നേരം ശിവന് മനസ്സിലാകുന്നുണ്ട് തന്നെ കളിയാക്കിയാണെന്ന്. ശിവൻ അവിടെ തന്നെ നിൽക്കുകയാണ്, ഈ പോലീസുകാർ പരിശോധിച്ച് തിരിച്ചു വരുന്നത് നോക്കിയിട്ട്. ഒന്നും കിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ വന്ന് നിൽക്കുന്നവന്മാർ താനെ അങ്ങ് പൊയ്ക്കോളും എന്നൊക്കെ ഇങ്ങനെ മഹേന്ദ്രൻ പറഞ്ഞത് ആലോചിച്ചൊക്കെയാണ് ശിവൻ ഇങ്ങനെ ആ ദേഷ്യത്തിൽ നിൽക്കുന്നതൊക്കെ. പക്ഷേ മഹേന്ദ്രൻ അത്ര പിന്നെ ഇതായിട്ട് അവിടെ പറയുമ്പോൾ, സ്ട്രോങ് ആയിട്ട് പറയുമ്പോൾ മഹേന്ദ്രൻ അവിടെയല്ല ഒളിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് ശിവന് മനസ്സിലാവുന്നുമുണ്ട്. മുന്നേ റസാഖ് പറയുന്നുണ്ട്, അന്ന് പോലീസ് സ്റ്റേഷനിൽ കാണിച്ചു വെച്ച പെർഫോമൻസ് ഒക്കെ ഞാൻ കണ്ടതാണ്, പിന്നെ അതുപോലെ അല്ലല്ലോ നിങ്ങൾ പിന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ മഹേന്ദ്രൻ പറയുന്നുണ്ട്, ഞാനിവിടെ ആരെയും ഒളിപ്പിച്ചൊന്നും വെച്ചിട്ടില്ല, ഇപ്പം എൻ്റെ മകളുടെ വിവാഹമാണ്, അതിന് ഓടി നടക്കാൻ പോലും എനിക്ക് സമയമില്ല, അകത്ത് നിൽക്കേണ്ടവരിപ്പോൾ പുറത്ത് നിന്ന് ശത്രുവിൻ്റെ ചാരന്മാരായിട്ട് നിൽക്കുകയല്ലേ, പിന്നെ അതിനിടയിൽ എനിക്കിവിടെ ഒരാളെ ഒളിപ്പിച്ച് വെക്കാൻ എവിടെ നിന്നാ സമയം എന്നൊക്കെ റസാഖിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് റസാഖിനെയൊക്കെ അകത്തേക്ക് പറഞ്ഞു വിടുന്നതും ഒക്കെ. ഇതേ സമയം അവിടെ ശാരദാമ്മയുടെ വീട്ടിൽ കുടുംബശ്രീ ഹോട്ടലിലാണ് ശാരദാമ്മ ഇങ്ങനെ പാത്രങ്ങളും ഗ്ലാസ്സുകളൊക്കെ കഴിയുമ്പോൾ ശ്യാമ ഓടിക്കൊണ്ട് വരുന്നുണ്ട്. നെയ്യപ്പത്തിനുള്ള കൂട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അന്നേരം അതൊക്കെ പിന്നീട് ജോലിയൊക്കെ തീർക്കട്ടെ, ആ ശാരി അവിടെ എന്ത് ചെയ്യുകയാണെന്ന് സഹായിക്കാനായിട്ട് വന്നുകൂടെ, അവൾക്ക് പ്രസവ ഡേറ്റ് ഒന്നും ആയില്ലല്ലോ, നിന്നെ ഗർഭിണി ആയിരിക്കുമ്പോൾ തലേ ദിവസം വരെ ഇഡലിക്ക് മാവരച്ചതാണ് ഞാൻ, ഇന്നത്തെ പോലെ മിക്സിയൊന്നുമില്ല, കല്ലേൽ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ കുറച്ച് മാസം ആകുമ്പോൾ തന്നെ അങ്ങോട്ട് കട്ടിലിൽ കയറും, അമ്മായിയമ്മയാണ് പിന്നെ ഭർത്താവും കൂടെ കാണും, അമ്മായിയമ്മ മുറ്റം
കുറ്റം തൂക്കാൻ പറഞ്ഞാൽ പിന്നെ അവർക്ക് കെറുവാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ശ്യാമ ഇതൊക്കെ കേട്ട് മടുത്ത് നിൽക്കുകയാണ്. ഈ സമയത്ത് ശാലിനി ആണെങ്കിൽ അവിടെ കാറിൽ വരുന്ന കാണുന്നുണ്ട്. അന്നേരം ശാരദാമ്മ അവിടെ നിന്നുകൊണ്ടിട്ട് പറയുന്നുണ്ട്, മോളകത്തേക്ക് കയറി, ഞാനിപ്പോൾ അത് ഒതുക്കിയിട്ട് വരാമെന്ന് പറയുകയാണ്. തുടർന്ന് നീ ഒന്ന് ഇങ്ങോട്ട് വാടി, ഇതൊക്കെ ഒന്ന് സഹായിക്കാമെന്ന് പറയുന്നുണ്ട്. അന്നേരം ശാരി ചേച്ചി ഇങ്ങോട്ട് പറഞ്ഞു വിടണം, പോയി സംസാരിക്കുന്നതൊക്കെ കൊള്ളാം, എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പണിയെടുക്കാനൊന്നും വയ്യാന്നും പറഞ്ഞ് ശ്യാമ പിണങ്ങുകയാണ്. അന്നേരം ഞാനിത് തീർത്തിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ശാരദാമ്മ മറ്റു ജോലിയൊക്കെ അങ്ങോട്ട് തുടരുന്നുണ്ട്. ഈ സമയത്ത് ശാലിനി അകത്തേക്ക് ചെന്നിട്ട് അവിടെ പടിയിലേക്ക് കയറി ഇരിക്കുന്നുണ്ട്. അന്നേരം ശാരിക ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം പിന്നെ ശാരി ചേച്ചിക്ക് മരുന്നൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തിരക്കുന്നുണ്ട്. എന്നിട്ട് ശാരിക പറയുന്നുണ്ട്, ഞാൻ നിന്നെ കാണുമ്പോൾ ഒരു കാര്യം ചോദിക്കാനിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇന്ന് ഇവിടെ അമ്മയെ അന്വേഷിച്ചൊരു സ്ത്രീ വന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരം സ്ത്രീ ഒന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതേ വാതിലടച്ച് ഒരുപാട് നേരം സംസാരിച്ചു, എന്താണെന്ന് ഞാൻ കേട്ടില്ല, പക്ഷെ പറയുന്നത് നിന്നെക്കുറിച്ചും വിഷ്ണുവിനെക്കുറിച്ചും ഒക്കെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം എന്തിനെക്കുറിച്ചാണെന്ന് ചോദിക്കുമ്പോൾ എന്തോ ഒരു ഫയലിൻ്റെ കാര്യം പറഞ്ഞു, എന്തോ ഒരു മെഡിക്കൽ ഫയൽ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം മെഡിക്കൽ ഫയലോ എന്നിങ്ങനെ ശാലിനി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അന്നേരം അവിടെ നിന്നുകൊണ്ട് ശാരദാമ്മ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നതൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് വാ നമുക്ക് നോക്കാമെന്നും പറഞ്ഞ് ശാലിനിയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. അന്നേരം ഇവളെന്തിനാ ശാലിനിയും കൂട്ടിക്കൊണ്ട് പോയതെന്നും പറഞ്ഞിട്ട് ശാരദാമ്മ അവിടെ നിന്ന് വരുന്നുണ്ട്. ഈ സമയത്ത് ശാരിക അവിടെ അൽമാരിയുടെ താക്കോല് മുകളിലൊക്കെ നോക്കി ഇവിടെ എങ്ങാണ്ടാണ് വച്ചിരുന്നതെന്നും പറഞ്ഞ് നോക്കുകയാണ്. അപ്പോഴത്തേക്ക് ശാരദാമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അന്നേരം എന്താന്ന് പറയുന്നുണ്ട്. അന്നേരം ശാരിക ചേച്ചി എന്തോ ഒരു ഫയലിൻ്റെ കാര്യം പറഞ്ഞിരുന്നു എന്ന് പറയുകയാണ്. അന്നേരം എനിക്ക് പിന്നെ അത് എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് നിങ്ങൾക്ക് എന്തിനാന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അമ്മ അന്വേഷിച്ച് ആരോ വന്നിരുന്നു എന്ന് പറഞ്ഞല്ലോ എന്ന് പറയുന്നുണ്ട്. അതും ശാരിക ചേച്ചി പറഞ്ഞു എന്ന് പറയുമ്പോൾ എന്താണ് ശാരിക ഇത്, എന്നെ അന്വേഷിച്ച് ഇവിടെ ആർക്കും വരാനൊന്നും പാടില്ലേ, എല്ലാ കാര്യങ്ങളും നിങ്ങളെ അറിയിക്കണമെന്നുണ്ടോ, നീ അങ്ങോട്ട് ചെന്നേ, പെട്ടിയിൽ പൈസ എങ്കിലും വാങ്ങിച്ചിട്ടൂടെ എന്നും പറഞ്ഞ് ശാരികയുടെ നേരെ ദേഷ്യപ്പെടുകയാണ്. അന്നേരം അതിനി ചാടണ്ട, ഞാൻ പോവുകയാണെന്നും പറഞ്ഞിട്ട് ശാരിക അങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് ശാലിനി പക്ഷേ അതങ്ങ് വിടുന്നുണ്ട്. ശാലിനി ആ കട്ടിലേക്ക് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ ഞാനിപ്പോൾ വന്നത് വിഷ്ണുട്ടൻ്റെ ചിതാഭസ്മം പാപനാശിനി ഒഴുക്കാനാണ്, അതിനുവേണ്ടി ഒരു യാത്ര പോകണം, എൻ്റെ വിഷ്ണുട്ടൻ കൂടെ ഉണ്ട് എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്, എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ശാലിനിയും കരയുകയാണ്. അന്നേരം ശാരദാമ്മ മനസ്സിൽ കരുതുന്നുണ്ട്, അതെ വിഷ്ണു എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ട്, അവൻ്റെ ഹൃദയം ഇപ്പോഴും നിൻ്റെ കൂടെ ഉണ്ട്, അതിൻ്റെ സ്ഥാനം മാറിയെന്നേ ഉള്ളൂ, ശിവനിലാണ് ഇരിക്കുന്നത്, പക്ഷേ ഹൃദയത്തിനകത്തുള്ള ആളിന് നിനക്ക് വ്യത്യാസമൊന്നും വന്നിട്ടില്ല, അവൻ ശിവനിലൂടെ നിന്നെ സംരക്ഷിക്കും എന്നൊക്കെ ഇങ്ങനെ ശാരദാമ്മ മനസ്സിൽ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ അമ്മയെന്നിങ്ങനെ ശാലിനി 2-3 വട്ടം വിളിക്കുമ്പോഴാണ് ശാരദാമ്മ ശ്രദ്ധിക്കുന്നത്. അന്നേരം അമ്മയും വിഷ്ണുട്ടനെ കുറിച്ചല്ലേ ആലോചിച്ചെന്ന് ചോദിക്കുകയാണ്. അന്നേരം അതേന്നിങ്ങനെ ശാരദാമ്മ പറഞ്ഞ് തല ഒരുക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുട്ടൻ എൻ്റെ കൂടെ തന്നെയുണ്ട്, ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ പോകുന്നത്, ആർക്കും എന്നെ പിരിക്കാനായിട്ട് സാധിക്കില്ല, അകറ്റാനായിട്ട് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ശാലിനി സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ശാരദാമ്മയ്ക്ക് അത് നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ. ഇതേസമയം അവിടെ ഗോഡൗണിൽ പരിശോധനയൊക്കെ കഴിയുന്നുണ്ട്. പിന്നെ മഹേന്ദ്രൻ്റെ മുന്നിലേക്ക് റസാഖും ബാക്കി പോലീസുകാരും ഒക്കെ വരുന്നുണ്ട്. ഒന്നും കിട്ടിയില്ല, എവിടെയെങ്കിലും ആരും ഇല്ല എന്നൊക്കെ സോമശേഖരൻ പറയുമ്പോൾ എല്ലായിടത്തും പരിശോധിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം മഹേന്ദ്രൻ പറയുന്നുണ്ട്, ഇതല്ലേ ഞാൻ ആദ്യമേ പറയുന്നത്, ഇവിടെ എങ്ങും ഒന്നും ഇല്ല എന്നുള്ളത് എന്ന് പറഞ്ഞ് കുറേ ഡയലോഗൊക്കെ വീണ്ടും റസാഖിന് നേരെ പറയുകയാണ്. സാർ വെറുതെ എൻ്റെ സമയം അങ്ങോട്ട് മെനക്കെടുത്തില്ലെങ്കിൽ എനിക്ക് 5-6 വീട്ടിൽ കൂടി കല്യാണമൊക്കെ പറയാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരം പിന്നെ എൻ്റെ മകളുടെ കല്യാണമാണെന്ന് പറഞ്ഞിട്ട് സ്വാമിയുടെ കയ്യിൽ നിന്ന് ലെറ്റർ വാങ്ങിച്ച് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പയ്യൻ അരങ്ങത്ത് തറവാട്ടിലാണ് അല്ലേ ചോദിക്കുന്നുണ്ട്. അതെ, നമ്മുടെ വിലയ്ക്കുള്ള അത് ബന്ധമല്ലേ പാടുള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം അന്ന് സ്റ്റേഷനിൽ വന്ന് പ്രകാശനെ ഇറക്കിക്കൊണ്ട് വന്നപ്പോൾ കല്യാണം നടത്തി കൊടുക്കാമെന്നല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതെ, അന്ന് അങ്ങനെയാണ് തോന്നിയത്, പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്കത് ബുദ്ധിയല്ലാന്ന് തോന്നി, ചാഞ്ഞ് കിടക്കുന്ന മരത്തിന്മേലിൽ ആരും പെട്ടെന്ന് കയറാനൊക്കെ പക്ഷേ അത് പിന്നീട് അങ്ങോട്ട് പാടാണ് എന്നൊക്കെ ഇങ്ങനെ ആ ഒരു ഡയലോഗൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരമാണ് നിങ്ങളുടെ ബുദ്ധി അപാരം തന്നെ, എത്ര നന്നൊരു നാടകം നിങ്ങളത് കളിച്ചല്ലോ, ഇപ്പോഴും എത്രയും തന്മയത്തോടുകൂടിയാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം മഹേന്ദ്രൻ സാറേ എന്ന് വിളിക്കുന്നുണ്ട്. റസാഖാണെങ്കിൽ നിങ്ങളെ ഞാൻ സാറേ എന്ന് വിളിക്കുന്നത് നിങ്ങളെ ബഹുമാനം കൊണ്ടൊന്നുമല്ല, നിങ്ങളുടെ ബുദ്ധിയുടെ അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അന്നേരം മുമ്പൊക്കെ കുറേ കൂടെ ഉണ്ട്, ഇപ്പോൾ പ്രായമായില്ലേ, കുറച്ചൊക്കെ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്, അത് പ്രകടിപ്പിക്കാനുള്ള ചിലവാക്കാനുള്ള ഇത് വേണമെന്നൊക്കെ പറഞ്ഞ് തിരിച്ചും മഹേന്ദ്രൻ കുറേ ഡയലോഗൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ലാസറിനോട് പറയുന്നുണ്ട്, സാറുമാർക്ക് നാരങ്ങ വെള്ളം കൊണ്ടുവന്നാട്ടെ എന്ന് പറയുമ്പോൾ ലാസർ പോയി ഒരു ട്രെയിൽ ഗ്ലാസ് വെള്ളമൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അന്നേരം സ്വാമി അതെടുത്തിട്ട് റസാഖിന് നേരെ നീട്ടുകയാണ്. ഇത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വരുമ്പോൾ ഒരു വെൽക്കം ഡ്രിങ്ക് ആയിട്ട് തരേണ്ടതാണ്, പക്ഷേ അതിനുള്ള സമയം കിട്ടിയില്ല, ഇപ്പോഴങ്ങോട്ട് കുടിക്കുക എന്ന് പറയുമ്പോൾ റസാഖ് അത് വാങ്ങിക്കുന്നില്ല, നോക്കി നിൽക്കുന്നേ ഉള്ളൂ. എന്നിട്ട് പിന്നെ ആ ഒരു
സർച്ച് കാറുണ്ടല്ലോ അതാണെങ്കിൽ മഹേന്ദ്രൻ റസാക്കിന് മുന്നിൽ വെച്ച് ഇങ്ങനെ കീറി കളയുന്നുണ്ട്. എന്നിട്ട് പറയണം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല സാറേ, സാറിന് എപ്പോൾ വേണമെങ്കിലും എൻ്റെ ഗോഡൗൺ വന്ന് പരിശോധിക്കാം, ഇവിടെ ഒളിവും മറവൊന്നുമില്ല, എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയുന്നുണ്ട്. സാർ ഈ വെള്ളം അങ്ങോട്ട് കുടിച്ചാട്ടെ എന്ന് പറഞ്ഞ് സ്വാമി നീട്ടുന്നുണ്ട്. അതിന് റസാക്ക് ആകെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിന് ഞാൻ തോറ്റു പിന്മാറിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് റസാക്ക് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അന്നേരം മഹേന്ദ്രൻ പറയുന്നുണ്ട് സാറിൻ്റെ വരവും കാത്ത് അവിടെ ഒരുത്തൻ നിപ്പുണ്ട്, അത് മൈൻഡ് ചെയ്യുന്നും വേണ്ട, അതവിടെ നിന്നിട്ട് അങ്ങ് പൊയ്ക്കോളും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ശിവ അവിടെ വെളിയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് റസാക്കാണെങ്കിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. റസാക്ക് അങ്ങ് ജീപ്പിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ റസാക്കിൽ ഇങ്ങനെ വിളിക്കുകയാണ് ശിവനാണെങ്കിൽ. എന്നിട്ട് പറയുന്നുണ്ട് നിൻ്റെ ഈ വരവ് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാണ്, പക്ഷേ അതിനൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഈ ഡോഗ് മാർക്കറ്റിൽ പോയതെന്ന് പറയുമ്പോൾ ഡാ എന്നിങ്ങനെ റസാക്ക് വിളിക്കുകയാണ്. അന്നേരം കൂടുതൽ ബഹളമൊന്നും ഉണ്ടാക്കണ്ട, നിനക്ക് പിന്നെ ഇതിലൊന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല, നിൻ്റെ അച്ഛൻ്റെ ഈ ഗോഡൗൺ മാത്രമല്ലേ നീ കണ്ടിട്ടുള്ളൂ, പിന്നെ നീ നിർത്തിയെടുത്തെന്ന് ഞാൻ തുടങ്ങുകയാണ്, എൻ്റെ പെങ്ങളുടെ ജീവിതം സംരക്ഷിക്കേണ്ടത് എൻ്റെ ആവശ്യം കൂടിയാണ്, അതുകൊണ്ട് പ്രകാശിനെ ഞാൻ കണ്ടെത്തൂ എന്ന് പറയുകയാണ്. അന്നേരം റസാഖ് പറയുന്നുണ്ട് നിൻ്റെ അച്ഛന് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് പറയുകയാണ്. അന്നേരം ഒന്ന് ബഹളം ഉണ്ടാക്കാതിന്, നിനക്ക് മുകളിൽ പിന്നെ നിന്നെ ചങ്ങലക്കിടാനായിട്ട് കുറേ ഉദ്യോഗസ്ഥർ കാണും, പക്ഷേ എനിക്ക് മുന്നും പിന്നെ ഒന്നും നോക്കാനില്ല, ഈ ചങ്കുറപ്പുള്ള നിലപാട് മാത്രം മതി, അതുകൊണ്ട് നീ നിർത്തിയെടുത്തെന്ന് ഞാൻ തുടങ്ങുകയാണ്, അവനെ ഞാൻ കണ്ടെത്തിയിരിക്കും. നിനക്ക് ഈ അച്ഛൻ്റെ ഈ ഗോഡൗൺ മാത്രമല്ലേ പരിചയമുള്ളൂ, അച്ഛന് ഇതേപോലെ ഒരുപാട് ഗോഡൗണൊക്കെ ഉണ്ട്, ഞാൻ പിച്ച വെച്ച് ഒരുപാട് സ്ഥലങ്ങൾ, അവിടെയൊക്കെ ഞാൻ പരിശോധിക്കും, കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് പറയുകയാണ്. അന്നേരം നീ നിൻ്റെ നിലയ്ക്കും ഞാൻ എൻ്റെ നിലയ്ക്കും അന്വേഷിക്കാം, അപ്പോൾ കാണാമെന്ന് പറയുകയാണ്. അന്നേരം കാണാനൊന്നുമില്ല, എൻ്റെ പെങ്ങളുടെ ജീവിതം സംരക്ഷിക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ്, അതുകൊണ്ട് ഞാൻ കണ്ടെത്തിയിരിക്കും, ഇത് ശിവോഹമാണ് എന്ന് പറഞ്ഞ് ശിവനാണെങ്കിൽ ആ കൂളിംഗ് ഗ്ലാസ് എടുത്ത് അങ്ങോട്ട് വയ്ക്കുന്നുണ്ട്. എനിക്കിത് നിയോഗം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നേരത്തെ മഹേന്ദ്രനെ സെർച്ച് വാറണ്ട് അങ്ങോട്ട് കീറി ഇങ്ങനെ കാറ്റിൽ പറത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. എന്നിട്ട് ഒരു ആക്ഷൻ സീൻ എന്ന പോലെ സ്ലോ മോഷനിൽ ശിവനാണെങ്കിൽ നടന്ന് ജീപ്പിലേക്ക് ഇങ്ങനെ കയറി പോവുകയാണ് റസാക്കിനെ വെല്ലുവിളിച്ചുകൊണ്ട്. റസാക്ക് ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ ജീപ്പിൻ്റെ ബോണറ്റിലേക്ക് ഇങ്ങനെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, പോലീസ് ജീപ്പിൻ്റെ. ശിവനങ്ങ് പോകുന്നുണ്ട്. ഇത്രയുമേ ഒരു സീൻ കാണിക്കുകയുള്ളൂ. അപ്പം മിക്കവാറും പ്രകാശിനെ കണ്ടുപിടിക്കുന്നത് ശിവനായിരിക്കും. ഒരു വിവാഹം, ചന്ദ്രയുടെ ആ ഒരു വിവാഹം നടക്കത്തൊന്നുമില്ല, ഇതായിരിക്കും നടക്കാനായിട്ട് പോകുന്നത്. ഇനി അടുത്ത സീനിലായിരിക്കണം ആ ഒരു പാർക്കിൽ വെച്ച് കുട്ടികളെ കൊണ്ടുപോകുന്ന സീനൊക്കെ അടുത്തല്ലേ, അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.